നമ്മുടെ അഗ്നി പരീക്ഷയിൽ പങ്കെടുക്കാനെത്തിയ ഷിബിന എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ആശ്ചര്യപ്പെടുത്തി എന്നത് പറയാതെ വയ്യ. ഷിബിന എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് വരുന്നൊരു മോഡലാണ്. തൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ണാടി നോക്കാൻ തനിക്ക് പേടിയായിരുന്നു എന്ന് ഷിബിന പറയുന്നുണ്ട്. അതായത് 16, 17, 18 വയസ്സിലൊക്കെ ആ പെൺകുട്ടിക്ക് സ്വയം തോന്നിയിരുന്നു, അവർക്ക് ഫോട്ടോ എടുക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അവർ സ്വയം ഭയങ്കര അഗ്ലി ആയിട്ടുള്ള ഒരു ഒരു ഫീച്ചേഴ്സാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് കാണാൻ എന്ന് അവർ സ്വയം ധരിച്ചിരുന്നു. കൂട്ടത്തിൽ അവർ പറയുന്നുണ്ട് അവരുടെ കൂടെയുള്ള ഫെയർ, എനിക്ക് ഈ വിഷയത്തിൽ വളരെ വലിയ വിയോജിപ്പുണ്ട്, ഞാനത് വഴിയെ പറയാം. ഫെയർ ആയിട്ടുള്ള എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കരമായിട്ട് അഗ്ലി ഫീൽ ചെയ്തിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് എന്ന് വരെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടി പറയുന്നത്, ഞാൻ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാനായിട്ടുള്ള കാരണം ഒരു ബ്രൗൺ സ്കിൻ ഗേൾ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ കഴിയുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് ആ കുട്ടി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഋത്തിക് റോഷനോടൊപ്പം അടക്കം ഒരു ആഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. സോ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട്, അവരോടല്ല കുറച്ച് കാര്യങ്ങളോടുള്ളൊരു വിയോജിപ്പുണ്ട്. ഒന്നാമത്, ബിഗ് ബോസിനകത്ത് കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കുന്നത് നിറത്തിന്റെ ബേസിസിലൊന്നും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു പ്രശ്നം പൊതുവായിട്ടില്ല. അപൂർവമായിട്ടുള്ള ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളുണ്ട്. പക്ഷേ വെസ്റ്റേൺ രാജ്യങ്ങളിലൊന്നും ഉള്ളതുപോലത്തെ ഒരു പ്രശ്നം ഇന്ത്യയിലില്ല. അതിന്റെ കാരണം, ഇന്ത്യൻസ് പൊതുവേ വെസ്റ്റേൺ വേൾഡിൽ അറിയപ്പെടുന്നത് ബ്രൗൺ സ്കിന്നുള്ള ആൾക്കാരെന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു ബേസിക് ഒരു ബോഡി, ഒരു സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ സ്കിൻ തന്നെയാണ്. പിന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. ഇവിടുത്തെ ആളുകളും അതുപോലെ മിക്സ്ഡ് ആണ്. ഒരുപാട് വലിയ ലോങ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉള്ള രാജ്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ പോയാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മനുഷ്യരെ കാണാം. നോർത്ത് ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആണ്, സെൻട്രൽ ഇന്ത്യൻ പാർട്സിൽ ഡിഫറെൻ്റ് ആണ്, സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആളുകൾക്കിടയിൽ ഓൾറെഡി ഒരു വൈവിധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു നാടായതുകൊണ്ട് ഇവിടെ പൊതുവേ അമേരിക്കയിലോ യൂറോപ്പിലോ ഒന്നും ഉള്ളതുപോലത്തെ വർണ്ണ വിവേചനം പൊതുവേ ഇല്ല. പക്ഷെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. നമുക്ക് കോൺഫിഡൻസ് വേണം. നമ്മൾ അഗ്ലി ആണെന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കോൺഫിഡൻസോടെ ജീവിക്കാൻ കഴിയില്ല. സൗന്ദര്യം എന്ന് പറയുന്നത് കാണുന്ന ഓരോ മനുഷ്യൻ്റെയും കണ്ണുകളിലാണ്. ഇപ്പം നിറത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരാൾക്ക് സൗന്ദര്യമുണ്ടെന്ന് നമുക്ക് തോന്നില്ല. അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻസ് മുഴുവൻ സൗന്ദര്യമുള്ള ആൾക്കാരാണെന്ന് പറയാൻ പറ്റുമോ? അമേരിക്കൻസ് മുഴുവൻ അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? ചൈനക്കാർ മുഴുവൻ അങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഓൾമോസ്റ്റ് സോ കോൾഡ് വെളുത്ത നിറം മാത്രമാണ് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ള ഒരു മിഥ്യാധാരണ ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ പെൺകുട്ടി ഈ ഒരു ഷോയിൽ വന്നത് അത് മാറ്റാനാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ബിഗ് ബോസിനകത്ത് പലതരം മനുഷ്യർ വന്നിട്ടുണ്ട്. അതിൽ ബ്രൗൺ സ്കിൻ എന്നോ ബ്ലാക്ക് സ്കിൻ എന്നോ വൈറ്റ് സ്കിൻ എന്നോ ഒന്നുമില്ല. ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് ഈ ഷോയിൽ വരാറുണ്ട്. സോ ഈ നിറത്തിൻ്റെ പേരിലുള്ള വിവേചനമൊന്നും ഈ കാലത്ത്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, യാതൊരു വിലയും അതിനില്ല. പൊതുവേ നമ്മുടെയൊക്കെ സ്കിൻ ടോൺ വിദേശികളുടെ കാഴ്ചപ്പാടിൽ, അതായത് ഇവിടുത്തെ സോ കോൾഡ് ഫെയർ ആയിട്ടുള്ള ആൾക്കാർ വിദേശികളുടെ കാഴ്ചപ്പാടിൽ ബ്രൗൺ സ്കിന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് വിദേശികളുടെ ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ ഇന്ത്യ നോക്കേണ്ടതില്ല. അവരുടെ നാട്ടിൽ ഇപ്പോഴും വർണ്ണ വിവേചനമുണ്ട്. പക്ഷേ ഇന്ത്യ അങ്ങനത്തെ ഒരു സ്ഥലമല്ല. പക്ഷേ നമ്മുടെ നാട്ടിലും ചില മണ്ഡലം അമ്മായിമാരൊക്കെ ഉണ്ട്. ഈ നിറത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിക്കുന്ന അമ്മായിമാരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള അമ്മായിമാരൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മുടെ പൊതുസമൂഹം അവരെയൊക്കെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കാലത്തിനനുസരിച്ചുള്ള ഒരുപാട് നവീകരണത്തിന് വിധേയമായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ആർക്കും തന്നെ അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ട. ഈ വെസ്റ്റേൺ അല്ലെങ്കിൽ മറ്റേ കൊറിയൻ കൾച്ചറാണ് ഈ നിറത്തിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വൈറ്റ് മാത്രമാണ് യഥാർത്ഥ നിറം എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത്, പ്രകാശമില്ലാതായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒറ്റ നിറമേ ഉള്ളൂ. മാത്രമല്ല, മനുഷ്യർ കാണുന്ന നിറത്തിലല്ല മൃഗങ്ങൾ ഭൂമിയിലെ മറ്റ് നിറങ്ങളെ കാണുന്നത് എന്നുള്ള ബേസിക് കോമൺ സെൻസ് ഉണ്ടായാൽ മതി. നമുക്ക് ഫെയർ എന്ന് തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നില്ല, മറ്റ് ആനിമൽസിന് അങ്ങനെ തോന്നില്ല. അപ്പം അതുകൊണ്ട് ഈ നിറം അല്ലെങ്കിൽ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് കാണുന്നവരുടെ കണ്ണിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കും. അതായത് എനിക്കൊരാൾ സൗന്ദര്യമുള്ള ആളാണെന്ന് തോന്നുന്നു എങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിന് അങ്ങനെ സൗന്ദര്യമുള്ള ആളെന്ന് തോന്നണമെന്നില്ല. ഒരു വ്യക്തി തന്നെ പലരും കാണുമ്പോൾ പല രീതിയിലായിരിക്കാം അഭിപ്രായം. സൗന്ദര്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല. പക്ഷേ ദൗർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു 3-4 നൂറ്റാണ്ട് ലോകത്ത് വളരെ സ്വാധീനമുണ്ടാക്കിയ യൂറോപ്യൻസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവർ പൊതുവേ നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ബോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ യൂറോപ്യൻസിൻ്റെ നിറമാണ് ഭൂമിയിൽ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഉന്നതമായ നിറം എന്ന്.